ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം നിരവധി പീഡനങ്ങളുടെ അല്ലെങ്കിൽ പീഡന പരാതികളുടെ പീഡനങ്ങൾ നടത്തിയതിൻ്റെ വെളിപ്പെടുത്തലുകളുടെ ലിസ്റ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുറത്തേക്ക് വന്നതിൽ ഞാനിപ്പോൾ അതിൻ്റെ ലിസ്റ്റുകൾ മുഴുവൻ നിങ്ങളോട് വായിക്കുന്നില്ല. ചില പരാതികളും പീഡനങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ 2, 3, 4 കൊല്ലത്തിനിടക്കാണ്. ആ 4 കൊല്ലത്തിനിടക്കാണ് എന്ന് പറയുമ്പോൾ അതിൽ ഗവൺമെൻറ്റിന് പറ്റിയേക്കുന്ന ഏറ്റവും വലിയ പാളിച്ചയുണ്ട്. കാരണം ഒരു 4.5 കൊല്ലം മുമ്പ് തന്നെ, അതായത് ഈ റിപ്പോർട്ട് കിട്ടിയ 2019 ഡിസംബർ 31 റിപ്പോർട്ട് കിട്ടുന്നു. 2020 ജനുവരിയിലെങ്കിലും ഗവൺമെൻറ് ഇത് പുറത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ 4-4.5 കൊല്ലം ഉണ്ടായിട്ടുള്ള പീഡനങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചൂഷണങ്ങളുമൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഒരു സാധാരണ ഒരു വീട്ടിൽ നിന്നും അവരുടെ കലയെക്കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവരുടെ മറ്റ് കഴിവുകളെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ആളുകൾ അവരുടെ സ്വപ്നങ്ങളുമായി ഒരു സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ കഴിയില്ലെന്നും അവരുടെ ശരീരം കൊടുത്താൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്നും പറയുന്ന ആഭാസതരങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുന്ന കൃത്യമായി ജസ്റ്റിസ് കെ ഹേമ പഠിച്ച് അതിൻ്റെ തെളിവുകളും ഉപതെളിവുകളും അതുപോലെ തന്നെ വാട്സാപ്പ് ചാറ്റുകളും വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളുമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഒരു കാര്യവുമായി അടയിരുന്ന ഗവൺമെൻറ്റാണിത്. അതായത് ഈ 4-4.5 കൊല്ലം കൊണ്ട് നടന്നിട്ടുള്ള എല്ലാ പീഡനങ്ങൾക്കും സത്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഭാഗമായി അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം ഈ പറയുന്ന പിണറായി സർക്കാരിനാണ്. ഈ സർക്കാർ എന്തിനു വേണ്ടി ഇത് മറച്ചു വെച്ചു എന്നുള്ളത് നമുക്കറിയില്ല. ഇതിനു മുമ്പും നമ്മൾ പല ആളുകളെയും ഇത് ചെറിയ കാര്യങ്ങൾ പോലും മറച്ചു വെക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഒരു DGP നമുക്കറിയാം. ആ DGP ഇരിക്കുന്ന സമയത്താണ് മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന താരതമ്യേന ഒരു ചെറിയ തട്ടിപ്പുകാരൻ, അദ്ദേഹം വലിയ രീതിയിൽ കേരളത്തിൽ പേരെടുത്തത്. അതായത് നുണയൊക്കെ പറഞ്ഞ ആളുകളോട് അദ്ദേഹം ഒരു സാധനം പോലും വിറ്റിട്ടില്ല കേട്ടോ. അദ്ദേഹം മോശയുടെ അംശവടി ഉണ്ടെന്നും അതുപോലെ തന്നെ പല ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ, അതായത് പല പഴയ സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത്ഭുത സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളുകളെ പറ്റിക്കുകയും അങ്ങനെ ഏതാണ്ട് 1,20,000 കോടി രൂപ ദുബായിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടാനുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഇതൊക്കെ വിശ്വസിച്ചവരൊക്കെ ആക്രാന്തക്കാരാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,20,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ബഡ്ജറ്റിനേക്കാൾ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഞാൻ പറയുന്നത് അത്തരം ബഡ്ജറ്റിനോട് അടുത്ത് നിൽക്കുന്ന തുകയൊക്കെ ഒരാളുടെ കയ്യിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ചില ആളുകൾ പണം മുടക്കിയവർക്ക് ഇവർ ഇരട്ടിയായിട്ട് പണം തിരിച്ചു കൊടുക്കാമെന്നൊക്കെ ഇയാൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ പണം മുടക്കിയത്. അപ്പോൾ അങ്ങനെ പണം മുടക്കി സമൃദ്ധമായി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മനോജ് എബ്രഹാമും നമ്മുടെ ബെഹ്റയും ഒക്കെ ചെല്ലുകയും ഈ പറയുന്ന വാളം പിടിച്ചും കസേരയിൽ സിംഹാസനത്തിലൊക്കെ ഇരുന്ന തൊട്ടപ്പുറത്തെ രാജപ്പഞ്ചേട്ടനൊക്കെ പണിതിട്ടുള്ള 1 മാസം മുമ്പ് പണിതിട്ടുള്ള സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്ന ചിത്രമൊക്കെ നിങ്ങൾ ഇതിനൊക്കെ കണ്ടിട്ടുണ്ടാവും. വലിയ കേരളം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മോൺസൺ മാവുങ്കൽ. കളിത്തോക്കൊക്കെ ആയിട്ട് ആളുകളെ ചുറ്റും ബോഡി ഗാർഡ്സിനെയൊക്കെ നിർത്തി വരികയും അതൊക്കെ റീലായിട്ട് ഇടുകയൊക്കെ ചെയ്ത ഒരു ഫസ്റ്റ് ക്ലാസ് തരികിടക്കാരനാണ്, ഒരു ചെറിയ കള്ളനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പോലും ലോക്നാഥ് ബെഹ്റ ഒരു കാര്യം ചെയ്തു. അത് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഈ മോൺസൺ മാവുങ്കൽ അത്ര വെടിപ്പല്ല, മര്യാദക്കാരനല്ല എന്ന് തോന്നിയപ്പോൾ ശരിക്കും സത്യത്തിൽ അന്ന് കേരളത്തിലെ DGP ആയിരിക്കുന്ന ലോക്നാഥ് ബെഹ്റ പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ സുരക്ഷ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹം അതിനുമേൽ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പിലൂടെ കേരളത്തിലെ ജനങ്ങളോട് പറയുകയോ, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷേ എറണാകുളത്തെ ജനങ്ങളോടെങ്കിലും പറയേണ്ടതാണ്. പക്ഷെ അതൊന്നും അദ്ദേഹം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അനിത പുല്ലയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊക്കെ പരിചയമുള്ള ഇറ്റലിയിൽ എങ്ങോ നേഴ്സായിരിക്കുന്ന ഒരു വനിത, അവർ സാമൂഹ്യ പ്രവർത്തകയാണെന്നാണ് പറയുന്നത്. അവരിവിടെ വന്നിട്ട്, അതായത് ഇവിടെ നിന്നുള്ള ആളുകൾ ഇറ്റലിയിലേക്ക് ഇവിടെ നിന്നുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ പ്രശ്നങ്ങളുമായിട്ട് അവരിവിടെ വരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ ലോക്നാഥ് ബെഹ്റയെ കാണുന്നു. അങ്ങനെ സാധാരണ നമ്മളൊക്കെ ചെന്നപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇവർക്കൊക്കെ എപ്പോഴും വേണമെങ്കിൽ കയറി കാണാം. അങ്ങനെ കയറുന്ന ആളുകളോട് ഈ ലോക്നാഥ് ബെഹ്റയുമായിട്ട് വലിയ സൗഹൃദം സ്ഥാപിക്കുന്നു. അവർ വഴിയാണ് പാവം ലോക്നാഥ് ബെഹ്റ ഇവിടെ വരികയും മനോജ് എബ്രഹാമൊക്കെ വരികയും വാളും പരിചയമൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടത് മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ അനിത പുല്ലയിലിനോട് സത്യത്തിൽ ഈ ലോക്നാഥ് ബെഹ്റ കുറച്ചുകൂടി മര്യാദ കാണിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മര്യാദ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോൺസൺ മാവുങ്കൽ അത്ര നല്ല ആളല്ല, നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന അനിത പുല്ലയിലിനോട് ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു മര്യാദ പോലും പിണറായി വിജയൻ സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചില്ല എന്നുള്ളതാ പോട്ടെ, ഇടതുപക്ഷ അനുകൂലികളായി നിൽക്കുന്ന സിനിമാ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് പോലും കാണിച്ചില്ല.
കാരണം അങ്ങനെ കാണിക്കാതിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ആഷിഖ് കപൂറിനോടോ റീമ കല്ലികളോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോടോ വലിയ സൗഹൃദമുണ്ട് പല മന്ത്രിമാർക്കും ഒക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഒക്കെ തന്നെ ഇടതുപക്ഷത്തുള്ള ആളുകളോട് പോലും ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നോക്കണം എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം പോലും കാണിക്കാത്ത പിണറായി നിങ്ങളോട് എന്ത് പറയാനാണ്? അതായത് ലോക്നാഥ് ബെഹ്റ അനിത പുല്ലയിലിനോട് വളരെ കുറച്ചു കാലം മാത്രം പരിചയമുള്ള ഒരു അനിത പുല്ലയിലിനോട് കാണിച്ച മര്യാദയുടെ ഒരംശമെങ്കിലും താങ്കൾ കാണിച്ചിരുന്നുവെങ്കിൽ, കേരളത്തിനോട് കാണിച്ചിരുന്നുവെങ്കിൽ സത്യത്തിൽ ഈ 4.5 കൊല്ലമായി നടന്നിട്ടുള്ള പല പീഡനങ്ങളും പല ചൂഷണങ്ങളും ബാക്കി ഈ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുള്ള കൊള്ളരുതായ്മകളും ഒക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഇനിയെങ്കിലും പിണറായി വിജയനും ഇവിടുത്തെ CPMൻ്റെ ഓരോ സാധാരണക്കാരനായിട്ടുള്ള അണികളും അന്നന്ന് ജോലിയെടുത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും ജയ് വിളിക്കുകയും ചെയ്യുന്ന, റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തുന്ന, ഒരുപക്ഷെ ഭാവിയിൽ ഒരു സമരമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നെടുനായകത്വം വഹിക്കാൻ തയ്യാറാകുന്ന ഈ അണികളുമൊക്കെ പിണറായി വിജയനോട് ചോദിക്കണം, ഞങ്ങൾ പാർട്ടിക്കാരോട് പോലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഔദാര്യം, അതായത് ബെഹ്റ അനിത പുല്ലയിലിനോട് കാണിച്ച പോലുള്ളൊരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് ഓരോ ജനവും ഈ പറയുന്ന പോലെ ഓർക്കും. അത്തരത്തിൽ ഓർക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരിക്കും പിണറായി വിജയൻ.